ഈ ചള്ളയെ കിടന്ന് ഉരുണ്ടതും ഈ റോഡ് ഉപരോധിച്ചതും സർക്കാരിന് ഇതൊരു സൂചന മാത്രമാണ്. ഇനി ഇത് റോഡ് ശരിയാക്കിയില്ലെങ്കിൽ നിരന്തരം ഈ റോഡിൽ കിടക്കുകയും ഈ റോഡിന് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്യുകയും ചെയ്യും. ജർമ്മൻ ടെക്നോളജി ഒരു റോഡാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടേക്കുന്നത്. ഇവിടുത്തെ MLA പോലും അയാൾ മന്ത്രിയാണിപ്പം. അയാൾ മന്ത്രിയായിട്ട് പോലും ഈ റോഡ് തിരിഞ്ഞു നോക്കുന്നില്ല. ഇയാളാണ് ഒരു മന്ത്രി ഇവിടുത്തെ. ഇയാളാണ് അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളെ നന്നാക്കുന്നത്. ജനങ്ങളുടെ വോട്ട് മാത്രം വാങ്ങിച്ച് ജയിക്കാൻ മാത്രമേ ഇവിടുത്തെ മന്ത്രിക്ക് അറിയാവൂ. വേറെ ഒരു കാര്യങ്ങൾ ചെയ്യാൻ ഇവിടുത്തെ മന്ത്രിക്ക് ഇവിടുത്തെ ഗവി ഗണേശന് അറിയത്തില്ല. അയാൾക്ക് ജയിക്കണം, അയാൾക്ക് പൈസ ഉണ്ടാക്കണം, അയാൾക്ക് ഫണ്ട് ഉണ്ടാക്കണം, അയാൾ സ്വന്തമായിട്ട് സൂക്ഷിക്കണം. ഇതാണ് അയാളുടെ പോളിസി. ഇവിടെ ജനത്തിന്റെ കാര്യമോ അല്ലെങ്കിൽ ഇവിടുത്തെ ജനം എങ്ങനെ താമസിക്കുന്നോ അല്ലെങ്കിൽ ഇവിടെ റോഡുണ്ടോ അല്ലെങ്കിൽ ഇവിടെ വഴിയുണ്ടോ എന്നൊന്നും ഇവിടുത്തെ MLA അറിയേണ്ട ആവശ്യമില്ല. അടുത്ത 5 വർഷം കഴിയുമ്പോൾ MLA വരും, എനിക്ക് വോട്ട് തരണം, തൊഴും ഞാൻ വോട്ട് തരണേ നിങ്ങൾ തൊഴും. ഇതാണ് അയാളുടെ ജോലി. അയാൾക്കല്ല വേറെ ജോലിയൊന്നുമില്ല. അയാളുടെ സെക്രട്ടറിക്കും അയാളുടെ ആൾക്കാർക്കും പൈസ കൊടുക്കണം, അയാൾക്ക് എവിടെയെങ്കിലും സൂക്ഷിക്കണം, അയാൾ വീണ്ടും അവിടെ പോയി മന്ത്രിയായിട്ടിരിക്കണം. ഇതാണ് അയാളുടെ ജോലി. ഇതേ ഉള്ള അയാളുടെ ജോലി. അയാൾക്ക് വേറെ ഒരു ജോലിയില്ല. ഇത് ജർമ്മൻ ടെക്നോളജി ഉണ്ടാക്കി അടി കുറെ ചാക്കും അടിക്കിട്ട് ജനങ്ങളെ കൊല്ലാൻ വേണ്ടി മാത്രം തുണിഞ്ഞു ഒരു MLA ആണ് ഇവിടുത്തെ ഗവി ഗണേശ്കുമാർ. ഇപ്പം ആ വഴിയെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഉപരോധം ചെയ്യുക. ഒന്ന് സാധാ റോഡ്, ഇവിടെ കിടന്നോണ്ട് കൂടുന്ന റോഡ് ഇല്ലെങ്കിൽ ഈ റോഡ് ഇനി ഇവിടെ വേണ്ട വേണ്ടാന്ന് കർശനമായ നടപടി. വണ്ടി വിടത്തിൽ ഇവിടെ കിടക്കുക. വണ്ടി വിടത്തില്ല, ഇവിടെ ഈ തള്ളക്കകത്ത് കിടക്കുക വണ്ടി വിടത്തിൽ. ഇതിനൊരു തീരുമാനം തീരുമാനം എണ്ണിക്കുന്ന പരിപാടി. നിയമവശത്തിന്റെ ആൾ ഇവിടെ വരട്ടെ, വരുമ്പോ നമ്മൾ എണ്ണിക്കും. അല്ലെങ്കിൽ വരട്ടെ, അല്ലെങ്കിൽ അധികാരപ്പെട്ട റോഡ് കോൺട്രാക്ട് കൊടുത്ത കോൺട്രാക്ടറോ അല്ലെങ്കിൽ ഇവിടുത്തെ MLA അല്ലെങ്കിൽ ആള് വരട്ടെ. അത് എവിടെ പോയാലും നമ്മൾ അതിനെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യങ്ങളും ഇവിടുത്തെ സർക്കാരോ ഇവിടുത്തെ കോൺട്രാക്ടറോ അല്ലെങ്കിൽ ഇവിടുത്തെ MLA ചെയ്യാൻ പാടില്ല. MLAയുടെ വണ്ടിയിൽ നിന്ന് MLAയുടെ വണ്ടിയിൽ നിന്ന് 1 കോടി 100 കോടി രൂപ ഈ റോഡിന് അനുവദിച്ച. ഇപ്പൊ അനുവദിച്ചിട്ട് 3 വർഷത്തിൽ പുറത്തായി. ഇന്ന് വരെയ്ക്ക് ഈ റോഡിന് ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഉണ്ടാവാത്ത സ്ഥിതിക്ക് അധികാരപ്പെട്ടവർ വന്ന് ഈ റോഡ് വന്ന് കാണാതോ അല്ലെങ്കിൽ ഇതിന്റെ കോൺട്രാക്ടർമാർ വരാതോ ഇവിടെ നിന്നിക്കുന്ന പരിപാടിയില്ല. മെമ്പർ ഇവിടുത്തെ വാർഡ് മെമ്പർ ആയിരിക്കും. കാര്യം സമ്മതിച്ചു. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പരിപാടി ചെയ്യാൻ പാടില്ല. അല്പം മുമ്പ് ഇവിടെ വീണതാണ്. എല്ലാവരും 3 വണ്ടി ഞാൻ ഇവിടുന്ന് പിടിച്ചേൽപ്പിച്ച എനിക്കറിയാൻ ബുദ്ധിമുട്ട്. പക്ഷെ നമുക്ക് റോഡ് ഉപരോധിക്കുന്നതിന് നിയമവശം. റോഡ് ഉപരോധിക്കുന്ന നിയമവശം ഇല്ലെങ്കിൽ സർക്കാർ റോഡ് പണിയാൻ പറയാം, നമ്മൾ എണ്ണിക്കും. അല്ലെങ്കിൽ അധികാരപ്പെട്ടവർ വരാൻ പറയാം. ഇനിയിപ്പോ എന്തോ ആരെ വിളിക്കുന്നത്? അധികാരപ്പെട്ടവരെ വിളി. ഇവിടുത്തെ വാർഡ് മെമ്പർ അല്ലേ? ഇവിടുത്തെ വാർഡ് മെമ്പർ അല്ലേ? വാർഡ് മെമ്പർ ആളിനെ വിളിച്ചിട്ട് പറയും റോഡ് ഒരുപാട് ജീവൻ ഇന്നത്തല്ലേ നഷ്ടപ്പെടും. ആ ജീവനൊക്കെ വാർഡ് മെമ്പർ സമാനം പറയേണ്ടി വരും. പറ്റുമോ? പഞ്ചായത്ത് ബസ് തന്നെ വിളി. വീട്ടിലുള്ള കാര്യം നാട്ടിലുള്ള കാര്യം അല്ല, നാട്ടിലുള്ള കാര്യം നോക്കാൻ ഞങ്ങൾ വീട്ടിൽ പോയിരിക്കാൻ. പത്തനംതിട്ട കൊല്ലം ജില്ലയുടെ ചേർന്ന പഞ്ചായത്താ. അങ്ങനെ താളം വിടുന്നുണ്ടല്ലോ കേസൊക്കെ കൂടെ റോഡിന്റെ കാര്യത്തിന്. വിഷമങ്ങളല്ലയോ? എന്റെ കുഞ്ഞ് പോകുന്നത്, എന്റെ കുഞ്ഞിന്റെ കൂടെ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ഇതിലെ വണ്ടി പോകണ്ട. ഒറ്റ രാഷ്ട്രീയക്കാരില്ല ഇവിടെ. BJP ഉൾപ്പെടെ ഇപ്പോൾ 2 മാസത്തേക്കുള്ള ഓടിയിട്ടില്ല. നിങ്ങൾ ഈ ബസ് ഏനത്ത് പോകണം, ഇല്ലേ പോകുന്നത് ഞങ്ങൾ കടുത്ത ബസ് തടയും. വേറെ മാറ്റമൊന്നുമില്ല. നാട്ടുകാരുടെ ബസ് തടയും. ഇവിടുത്തെ വാർഡ് മെമ്പർ റോഡ് പണിയിപ്പിച്ചില്ല. എന്തുകൊണ്ട് പണിയിപ്പിച്ചില്ല? ഇവിടുത്തെ വാർഡ് മെമ്പർ അല്ലേ, എന്തുകൊണ്ട് പണിയിപ്പിച്ചില്ല? അവരുടെ വണ്ടി എത്ര